ഭാരതത്തിന്റെ വന്ദേ മാതരമൊക്കെ ചൊല്ലി എന്ന് പറയുന്നു. വന്ദേ മാതരവും മറ്റേ ജനഗണമനയും ഒക്കെ നമ്മൾ ഒന്നിലും രണ്ടിലും ഒക്കെ എല്ലാ പാഠവും ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താ ഉള്ളൂരിന്റെ ഒരു കവിത, അന്നൊന്നും നമുക്കില്ലാത്ത എന്ത് അസ്വസ്ഥതയാണ് ശശികല ടീച്ചറെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാകേണ്ടത്. ഉള്ളൂരിന്റെ ഒരു കവിത, ബഷീറിന്റെ ഒരു കഥ, അല്ലേ? അപാത്തുമ്മയുടെ ആട്, അതല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യനായിട്ടുള്ള എഴുത്തുകാരുടേതായ നമ്മൾ അവരുടെയൊക്കെ നോവലുകള്, MTയുടെ 4 കെട്ട്, ഇതൊക്കെ പഠിച്ചപ്പോഴും കഥ പഠിച്ചപ്പോഴും കവിത പഠിച്ചപ്പോഴും ഒന്നും നമുക്കില്ലാതിരുന്ന എടശ്ശേരി, അന്നൊന്നും നമ്മൾ എടശ്ശേരി എന്നേ പറയാറുള്ളൂ. അങ്ങേര് നായരാണോ ഗോവിന്ദൻ നായരാണോ എന്ന് നോക്കാറില്ല. M മുകുന്ദൻ അങ്ങേര് മാഹിക്കാരനാണ് എന്നേ തിരിയാറുള്ളൂ. അങ്ങേര് SNDP കാരനായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടില്ല. സുകുമാർ അഴീക്കോട് അത്രേ ഉള്ളൂ. ആരാ ഏത് ജാതിയിൽ നിന്നുകൊണ്ടാണ് സിനിമ പിടിച്ചിരുന്നത്? കമലുദ്ദീനാണോ എന്ന് ചിന്തിച്ചിരുന്നില്ല. ഇതൊക്കെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നിന്ന് വന്ന് ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച അപനിർമ്മിതികളാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ആ സാംസ്കാരികമായ ഒരു ഉൾത്തുടിപ്പുണ്ടല്ലോ, ആ ഉൾത്തുടിപ്പിൽ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു ഈശ്വര പ്രാർത്ഥന, അന്ന് പ്രേമ ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടില്ല, ബഷീർ ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടില്ല, മേരി ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടില്ല, ദൈവമേ കാത്തുകൊള്ളുക ഞങ്ങളെ എന്ന് പറയുന്ന ആ ഒരു ഈശ്വര പ്രാർത്ഥന അല്ലേ ചൊല്ലിയിട്ടുണ്ട് നമ്മള്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും